കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ വൻ ട്വിസ്റ്റ്. സ്വർണം പൊട്ടിക്കാൻ ലക്ഷ്യമിട്ടത് കണ്ണൂരിലെ അർജുൻ ആയങ്കിയുടെ കൂട്ടാളികൾ. നേരത്തെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കാണാതായ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹാണ് സ്വർണം കൊണ്ടുവന്നത്. യഥാർത്ഥ ഉടമയ്ക്ക് സ്വർണം കൈമാറാതെ അർജുൻ ആയങ്കിയുടെ കൂട്ടാളിയായ അഭിജിത്ത് പറയുന്നയാൾക്ക് സ്വർണം കൊടുക്കാൻ സൽമാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവർക്കും സ്വർണം കൈമാറാതെ നിലമ്പൂർ സ്വദേശിയായ ഷബീം സാദിഖും അടങ്ങുന്ന സംഘത്തിന് സ്വർണം പങ്കിട്ടു. കേസിൽ സാലിഹിനെയും സാദിഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. മുബഷീർ പി അക്ബർ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മുബഷീർ, ഈ കരിപ്പൂർ സ്വർണം പൊട്ടിക്കലിൽ വൻ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്വിസ്റ്റിന്മേൽ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് മുബഷീർ, അതായത് ഒന്നോ രണ്ടോ സംഘങ്ങളല്ല, ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ സ്വർണം പൊട്ടിക്കൽ കേസിലാണ് ഇപ്പോൾ വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 7-ാം തീയതി രാത്രിയാണ് ദുബായിൽ നിന്നും കടത്തിയ സ്വർണവുമായിട്ട് മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായുള്ള 26 വയസ്സുള്ള മുഹമ്മദ് സൽമാൻ സാലിഹ് എന്ന് പറയുന്ന വ്യക്തി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നത്. ദുബായിൽ നിന്നും അനസ് എന്ന് പറയുന്ന മീഡിയേറ്റർ വഴിയാണ് അദ്ദേഹം സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ആഭ്യന്തര വിപണിയിൽ ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണവുമായിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സ്വർണം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥ ഉടമയ്ക്ക് സ്വർണം കൈമാറാതെ തങ്ങൾക്ക് നൽകിയാൽ 40 ലക്ഷം രൂപ നൽകാമെന്നുള്ളതായിരുന്നു കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാനി കൂടിയായിട്ടുള്ള അർജുൻ ആയങ്കിയുടെ കൂട്ടാളികൾ ഈ മുഹമ്മദ് സൽമാനോട് പറഞ്ഞിരുന്നത്. 40 ലക്ഷം രൂപ നൽകുന്നു, സ്വർണം ഇവർക്ക് കൈമാറുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ധാരണ. പക്ഷേ ഇവരെ കബളിപ്പിച്ചുകൊണ്ട് തന്റെ സുഹൃത്തുക്കളുമായിട്ട് സ്വർണം പങ്കിടാൻ മുഹമ്മദ് സൽമാൻ തീരുമാനിക്കുന്നു. അങ്ങനെ രാത്രിയോടുകൂടി ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന സൽമാൻ കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട്, അന്നവിടെ പോലീസിന്റെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. സുഹൃത്തുക്കളായിട്ടുള്ള മലപ്പുറം, നിലമ്പൂർ, ചന്തക്കുന്ന് സ്വദേശികളായിട്ടുള്ള സാലി, ഷെബി, അതോടൊപ്പം തന്നെ പരപ്പനങ്ങാടി സ്വദേശിയായുള്ള സാദിഖ് എന്നിവരോടൊപ്പമാണ് ഇയാൾ എറണാകുളത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് ട്രോളി ബാഗ് കുത്തിപ്പൊട്ടിച്ചതിനു ശേഷം അതിൽ ഉള്ളിലുണ്ടായിരുന്ന സ്വർണം പങ്കിട്ടെടുക്കുന്നതും. ഈ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ സ്വർണം പൊട്ടിക്കാനെത്തിയതായിരുന്നു കണ്ണൂരിൽ നിന്ന് 9ഓളം ആളുകൾ അടങ്ങുന്ന അർജുൻ ആയങ്കിയുടെ സംഘം. അതോടൊപ്പം തന്നെ മലപ്പുറം, തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വർണം പൊട്ടിക്കൽ സംഘം ഉണ്ടായിരുന്നു. കർണാടകയിൽ നിന്നുള്ളൊരു സംഘം ഉൾപ്പെടെ 3 സംഘം 3 വാഹനങ്ങളിലായിട്ടായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് പരിസരത്തുണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൽമാന്റെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാദിഖിനെയും പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൽമാനോടൊപ്പം സ്വർണം കൊണ്ടുവന്നതിൽ ഇയാളുടെ സഹായിയായിരുന്ന സുബൈർ എന്ന് പറയുന്ന വ്യക്തിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുൻ ആയങ്കിയുടെ പങ്ക് എന്താണ് കണ്ടെത്തുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സ്വർണ്ണക്കടത്ത് കേസുകളും സ്വർണം പൊട്ടിക്കൽ കേസുകളും 1-2 വ്യക്തികളിൽ ചുരുങ്ങുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ ഓരോ ആളുകളെ പിടികൂടി ഇപ്പോൾ 16 ആളുകളെ നിലവിൽ പിടികൂടിയിരിക്കുന്നു. ഇതിന്റെ ഉറവിടം തന്നെ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ആ രീതിയിലുള്ള പരിശോധനകളും അറസ്റ്റും തന്നെ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് മലപ്പുറം SP അറിയിക്കുന്നത്.